വിവാഹത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇടയ്ക്ക് സണ്ണിച്ചേനും ഓമന ചേച്ചിയും വീട്ടിലേക്ക് വരും. സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോകും. ജോണിക്കുട്ടിയുടെ സഹായത്തിൽ അവസേപ്പച്ചൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ആരായി ജോണിക്കുട്ടി? സണ്ണിച്ചായന്റെ പെങ്ങളുടെ ഭർത്താവ്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്? ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം. ബിസിനസ് വളർന്നോടുകൂടി സണ്ണിച്ചായന് തിരക്കായി. അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. എന്നുവെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഹലോ, സ്പീക്കിംഗ്. എന്നാ കമലം, എന്നാ പ്രോബ്ലം സൊല്ലേ? ഗിവ് ടു ഹിം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന്. രാജാ അപ്പ ഹിയർ. Be a good boy and go to school. No, you must go to school. Okay? When Appa comes in the evening, I'll bring you eclairs, chocolates, everything. Okay? Promise. Okay. പറയ്. ഒരു ദിവസം അവസേപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഞാനും ജോണിക്കുട്ടിയും കൂടി ഒരു ചെറിയ റേഞ്ച് പിടിച്ചിട്ടുള്ള കാര്യം തോമാച്ചന് അറിയാമല്ലോ. എന്റെ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാ ഇപ്പോഴിങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാ വേറൊരു പ്രശ്നം, അവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാസ്സായ ലോൺ വെറുതെ കളയണോ? ലോൺ കിട്ടിയില്ലെങ്കിൽ പാലം പണിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. തോമാച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഔസേപ്പച്ചൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ? ശരി. അപ്പച്ചൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. ശരി, നീ ആ പ്രമാണം കേട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമുക്ക് നല്ലതേ വരൂ. തോമാച്ചന് ഇതെപ്പോ തിരിച്ചു വേണമെങ്കിലും ശരി 1 മാസത്തെ അവധി എനിക്ക് തന്നാ മതി. തോമാച്ചൻ ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അറിയിക്കാം. ഗ്യാരണ്ടിയിൽ ഒപ്പിടാനാ. എപ്പ വിളിച്ചാലും ഞാൻ വരാം. അങ്ങനെ ഔസേപ്പച്ചൻ പ്രമാണവും വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഔസേപ്പച്ചന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അയാൾക്ക് കാറായി, വീടായി, ജോലിക്കാരായി, വേറെ പല ബിസിനസ്സും തുടങ്ങി. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാനത് കണ്ടു സാർ. പ്ലാക്കൂട്ടത്തിൽ ഈ തോമായുമായിട്ടുള്ള ബന്ധം പോലും ഔസേപ്പച്ചന് പുച്ഛമായി. എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പുറത്തു, എന്റെ മൂത്തവൾക്ക് വേണ്ടി.